ഇതൊരു രീതിക്കും ഗെയിം കളിച്ച് നിങ്ങൾക്ക് അത് നേടാം ഇത് നേടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കരുത് ആരും. ഏതായാലും നിങ്ങളുടെ അവകാശം തന്നെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. അതായത് ഫ്രീ ആയിട്ട് പെട്രോൾ കിട്ടുന്ന ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏതായാലും ഞാൻ പേഴ്സ് പോലും എടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് പേടിക്കേണ്ട. 5 പൈസ അവർക്ക് കൊടുക്കത്തില്ല. സത്യമായിട്ടും പേഴ്സ് എടുത്തിട്ടില്ല. പിന്നെ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് കിട്ടത്തില്ല. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും വാഹനത്തിന് ഫ്യൂവല് ഫില്ല് ചെയ്യുന്നതാണ്, അതായത് പെട്രോളോ ഡീസലൊക്കെ അടിക്കുന്നതാണ്. ഈ പെട്രോളോ ഡീസലോ അടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കുറച്ച് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ കിട്ടിയാലോ, നല്ലൊരു കാര്യമല്ലേ? എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് നോക്കാമെന്നേ, വാ. ഓക്കെ, അപ്പം നമ്മൾ ഏതായാലും പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഏകദേശം നമ്മുടെ മീറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, ഒരു സാധാരണ വ്യക്തിയുടെ ഫ്യൂവൽ ഗേജ് കിടന്ന് ഇങ്ങനെ തകർത്തങ്ങ് മിന്നുകയാണ്. ഈ ഒരു കണ്ടീഷനോട്ട് ഒരിക്കലും കൊണ്ടുപോകില്ല. കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ വന്നു പോയോണ്ട് പിന്നെ അങ്ങനെ ആയിപ്പോയത്. പിന്നെ ഇടയ്ക്ക് ഞാനിതൊന്ന് നല്ല രീതിക്ക് ലോവർ ആക്കാറുണ്ട്, അതിനുശേഷം പിന്നെയും ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഞാൻ സാധാരണക്കാരെന്നെടുത്ത് പറഞ്ഞത്, ഞാനും എപ്പോഴും ഫുൾ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാധാരണക്കാർ ഫുൾ ടാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ പറയുന്ന പോലെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു കട്ട കുറയുമ്പോൾ ബാക്കി കൊണ്ടുപോയി ഫില്ല് ചെയ്യാനുള്ള ഒരു 700 രൂപയ്ക്കൊക്കെ നമുക്ക് പിന്നെ ഫുള്ളായി കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഞാനൊരു സജഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത്, പിന്നെ പ്രത്യേകിച്ച് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, ഇതൊരു രീതിക്കും ഗെയിം കളിച്ച് നിങ്ങൾക്ക് അത് നേടാം ഇത് നേടാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കരുത് ആരും. ഏതായാലും നിങ്ങളുടെ അവകാശം തന്നെയാണ് ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത്. അതായത് ഫ്രീ ആയിട്ട് പെട്രോൾ കിട്ടുന്ന ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏതായാലും നമുക്ക് പമ്പിലോട്ട് പോകാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പം മലയാളം ഫ്യൂവൽസിൽ ഇന്ത്യൻ ഓയിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ വാഹനം ഞാൻ സ്ഥിരമായിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം, അതായത് ഫ്യൂവൽ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അതായത് ഓരോ തവണ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആശാ നിങ്ങൾ വന്നേ, നിങ്ങളിങ്ങനെ മാറി നിൽക്കാതെ പേരൊന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ പേര് ജഗദീഷ് എന്നാണ്. യെസ്, ജഗദീഷ്. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ഒരു കാര്യത്തിൽ ഓക്കെയാണ്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഫ്യൂവൽ എല്ലാവരും, അതായത് ഞാൻ ഈ പമ്പ് തന്നെ പറയുന്നില്ല, ഇപ്പം ഒരു പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം പോയിൻറ്റ്സ് കിട്ടുമോ എന്നുള്ളത്. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ പോലും പോയിൻറ്റ്സ് കിട്ടും. പോയിന്റ് കയറും. സത്യമല്ലേ? യെസ്, കിട്ടും. അപ്പോൾ ഈ 100 രൂപയ്ക്ക് പോലും നമ്മൾ ഓരോ തവണ പെട്രോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട്, അഥവാ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ്സ് കയറും. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഫ്യൂവൽ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആണോ? യെസ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? അതായത് ഒരു 100 രൂപയ്ക്ക് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്താൽ എത്ര പോയിൻറ്റ്സ് നമുക്ക് കിട്ടും? 75 രൂപയ്ക്ക് ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് കയറുന്നത്. 75 രൂപയ്ക്ക് ഒരു പോയിന്റ് വെച്ചിട്ടാണ്. അങ്ങനെ 330 പോയിന്റ് ആകുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് റിഡീം ചെയ്തെടുക്കാം. അതായത് നമ്മളിപ്പം 75 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 330 പോയിന്റ് ആവണം. 330 പോയിന്റ് ആവുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാനിപ്പോൾ പറയാം. അതിൽ നമുക്ക് എത്ര രൂപയുടെ പോയിന്റ്, അത് മീൻസ് എത്ര ഫ്യൂൽ അടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമുക്കറിയാം. ആദ്യം ഇത് വേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ് വേണ്ടെങ്കിൽ, നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പായതുകൊണ്ട്, ഇന്ത്യൻ ഓയിൽ കൊടുക്കുന്ന ഓഫർ ആയതുകൊണ്ട് ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ വണ്ടിയുടെ നമ്പർ, ഒരു മെയിൽ ഐ ഡി, പിന്നെ ഒരു പാസ്വേഡ്, അത് നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കും. ആ പാസ്വേഡ് കൊടുത്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് രജിസ്റ്റർ ആയി. പിന്നെ ഓരോ തവണ ഏത് ഇന്ധനം അടിക്കുമ്പോൾ ഡീസലോ പെട്രോളോ ഏത് ഇന്ധനം അടിക്കുമ്പോഴും നമുക്ക് ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പറഞ്ഞു തരുമ്പോൾ നമ്മളിവിടെ നമ്മൾ ആ മൊബൈൽ നമ്പറിലൂടെ നമ്മൾ അടിച്ച ഇന്ധനത്തിൻ്റെ പോയിന്റ്, ആ എമൗണ്ടിൻ്റെ പോയിന്റ് നമ്മൾ ചെയ്ത് വിടും. അങ്ങനെയാണ് നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനും 330 പോയിന്റ് അല്ലെങ്കിൽ അതിന് മേളിൽ ഇങ്ങനെ ആകുന്നത്. അതങ്ങനെ ആകുമ്പോഴത്തേന് ഓരോരുത്തർ വന്ന് നമുക്ക് ഇത്ര പോയിന്റ് ഒന്ന് ചെക്ക് ചെയ്യണം, നമുക്ക് റിഡീം ചെയ്യാം എന്ന് പറയും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു സംശയം കൂടി ചോദിക്കട്ടെ, ആപ്ലിക്കേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ലാത്തൊരു വ്യക്തി, പണ്ടൊരു കാർഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാർഡ് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് ആ മൊബൈൽ നമ്പറിൽ തന്നെ ഇപ്പോഴും അങ്ങനെ കിടക്കും. അത് രജിസ്റ്റർ ചെയ്ത് ഓൾറെഡി കിടക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കാണെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ളതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇവിടെ അതായത് പമ്പിൽ നമ്മൾ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനാണ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതെ, അത് നമ്മൾ സാധാ പെട്രോളിനാണെങ്കിൽ നമ്മളിപ്പോൾ 75 രൂപയ്ക്ക് ഒരു പോയിന്റ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ പ്രീമിയം ഉണ്ട്. നമുക്കിവിടെ എക്സ്ട്രാ പ്രീമിയം ഉണ്ട്. നമുക്ക് ഡീസലിന് എക്സ്ട്രാ ഇതുണ്ട്, എക്സ്ട്രാ ഗ്രീൻ എന്ന് പറഞ്ഞ ഡീസലുണ്ട്. അപ്പോൾ ഈ 2 ഇന്ധനങ്ങളാണെങ്കിൽ ഡബിൾ പോയിന്റാണ് നമുക്ക് കയറുന്നത്. ഡബിൾ പോയിന്റ് കയറും. അങ്ങനെയാണ്. ഇപ്പോൾ 100-ന് 1 പോയിന്റാണ് സാധാ പെട്രോൾ അല്ലെങ്കിൽ സാധാ ഡീസൽ അടിക്കുമ്പോൾ കയറുന്നുണ്ടെങ്കിൽ, പ്രീമിയം പെട്രോളോ ഗ്രീൻ ഡീസലോ അടിച്ചാൽ 100-ന് 2 പോയിന്റ് വെച്ച് കയറും. ഇരട്ടി പോയിന്റ് കയറുന്നത്. അതും കമ്പനി കൊടുക്കുന്ന ഒരു ഓഫറാണ്. അങ്ങനെ. അപ്പോൾ ഏതായാലും ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ പോയിന്റ് എത്ര വന്നിട്ടുണ്ട് പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം മൊബൈൽ നമ്പർ നമ്മുടെ മെഷീനിൽ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, നമ്പർ 97
44 9744. ഓക്കെ, ഇതിങ്ങനെ കൊടുത്താൽ നമ്മൾ സബ്മിറ്റ് കൊടുത്തേച്ചാൽ മതി. സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേന് ഓൾറെഡി നമുക്കിവിടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ അതിൻ്റെ എത്ര രൂപയ്ക്ക് അടിക്കാനുള്ള അതിൻ്റെ എത്ര പോയിൻ്റായി ഇതിലുണ്ട്. ഇത് നോക്കിക്കോളൂ. അതായത് 476 രൂപയ്ക്ക് അടിക്കാനുള്ളതായിട്ടുണ്ട്. ഉണ്ട്, കാണാമോ? ഒന്ന് കാണിച്ചു തരും. കാണാം. മേളിൽ 476 രൂപയ്ക്ക് അടിക്കാനുള്ളതായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നിപ്പം 476 രൂപയ്ക്ക് ഇന്ധനം നമുക്ക് നിറയ്ക്കാം. യെസ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം തന്നെ പിന്നെ നമുക്ക് റെഡി ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം എത്ര രൂപയ്ക്കാണോ നമുക്ക് അടിക്കാനുള്ളത് ആദ്യം നമ്മളത് അടിക്കണം. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ 476 രൂപയ്ക്ക് അടിക്കാനുണ്ട്, ഒരു 1000 രൂപയ്ക്ക് അടിച്ചിട്ട് ഈ 476 കുറയ്ക്കാം. അങ്ങനെ ഈ ഇതിൽ നടക്കില്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഈ ഒരു ഇതിൽ ഈ കറക്റ്റ്. അപ്പം നമുക്ക് ആദ്യം എത്ര പോയിന്റ് ഉണ്ടോ നോക്കുക. ആ പോയിന്റ് എമൗണ്ട് എത്രയാണോ നമുക്ക് അടിക്കാനുള്ള എമൗണ്ട്, ആ എമൗണ്ട് ആദ്യം നമ്മൾ വാഹനത്തിൽ ഫില്ല് ചെയ്യണം. ഇന്ധനം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ റെഡി ചെയ്യുമ്പോഴത്തേന് ആ ഒരു OTP നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ഒരു 4 OTP നമ്പർ വരും. ആ OTP നമ്പർ നമുക്ക് ഈ തരുമ്പോൾ നമ്മൾ ഈ മെഷീനിൽ റെഡീം ചെയ്യും. ശരി. അപ്പോൾ അങ്ങനെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 476, അതായത് നമുക്കിപ്പോൾ കിടക്കുന്ന പോയിന്റ് നമുക്ക് ആദ്യം 476 രൂപയുടെ നമ്മൾ ഫില്ല് ചെയ്യാം. 470 ഫില്ല് ചെയ്യാം. 470. ഓക്കെ, 470 രൂപയ്ക്ക് ആയിക്കോട്ടെ. ഏതായാലും ഞാൻ പേഴ്സ് പോലും എടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങളത് പേടിക്കേണ്ട. 5 പൈസ അവർക്ക് കൊടുക്കത്തില്ല. സത്യമായിട്ടും പേഴ്സ് എടുത്തിട്ടില്ല. പിന്നെ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് കിട്ടത്തില്ല. അടിക്കുവാണ്. ഓക്കെ. ഓക്കെ, 470, 4 ലിറ്റർ 43, 4.43 ഫ്യൂവൽ കയറിയിട്ടുണ്ട്. ശരി, ഏതായാലും ഫ്യൂവൽ ഇവർ അടിച്ചു. ഇനി എങ്ങനെയാണ് ഇത് റെഡീം ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റെഡീം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പമ്പിൻ്റെ നമ്പർ സെലക്ട് ചെയ്യണം. ഇത് ഈ സൈഡ് 3, അപ്പോൾ നമ്മൾ 3 സെലക്ട് ചെയ്ത് ഓക്കെ സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ആ ന്യൂസിലിൽ ആ 3 എന്നുള്ള ന്യൂസിലിൽ അടിച്ച എമൗണ്ടാണ് ഇവിടെ 470 ഓൾറെഡി വന്നു. ശരി, അപ്പോൾ നമ്മളിത് പേ കൊടുത്തു. മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് നമ്മൾ മുമ്പ് ചെക്ക് ചെയ്തുകൊണ്ട് അത് വന്നിട്ടുണ്ട്. 9362 അവസാനം വന്നിരുന്നത്. ഓക്കെ, അതിൽ എക്സ്ട്രാ റിവാർഡെന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, പേ കൊടുക്കുക. അപ്പോൾ ആ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP വരും. യെസ്, എനിക്കൊരു OTP വന്നിട്ടുണ്ട്. 87 അല്ല സോറി, ഒരു മിനിറ്റ്, അത് പഴയതായിരുന്നു. 5017 ഇതിൻ്റെ ഏതായിരുന്നു ഇപ്പം വന്നത്? ഏറ്റവും ലാസ്റ്റ് 5017. ഓക്കെ, അത് നമ്മൾ സബ്മിറ്റ് കൊടുക്കുവാണ്. യെസ്, ഓക്കെ ആയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ ഇതിന് പ്രിൻ്റ് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പോയിൻറ്റ്സ്, അതിപ്പോൾ ഇന്ത്യൻ ഓയിൽ മാത്രമല്ല, ഏതൊരു ഫ്യൂൽ സ്റ്റേഷനിലാണ് നിങ്ങൾ ഫ്യൂൽ ഫില്ല് ചെയ്യുന്നതെങ്കിലും അവിടെ ചോദിച്ചു നോക്കുക. നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്താണെന്ന് നമ്മൾ ഒരു കാരണവശാലും കളയാൻ വേണ്ടി പോകരുത്. കിട്ടുന്ന റിവാർഡ്സ് മേടിച്ചോണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് ഫ്യൂലും ഫില്ല് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 2 ഘട്ട ഫ്യൂൽ ഏതായാലും വെറുതെ കിട്ടി ഉള്ളത് പറയാമല്ലോ. ഈ വെറുതെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റിൻ്റെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു പേയ്മെൻറ്റ് ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് റെഡീം ചെയ്ത, ചെറിയൊരു എമൗണ്ട് എന്നല്ല, നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു റിവാർഡ് തന്നെയാണ്. ഇതാരും കളയരുത്. കാരണം എല്ലാം പമ്പിൽ ഇതുപോലത്തെ ഓരോ പരിപാടികളുണ്ട്. പലരും ഇത് അറിയാതെ പോകുന്നതാണ്. ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതുപോലെ ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോഴേ ഞാൻ ഓർത്ത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ അറിയാൻ മേലാത്ത ആൾക്കാർ ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ 50 രൂപയ്ക്കാണെങ്കിലും 100 രൂപയ്ക്കാണെങ്കിലും ഫ്യൂൽ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് നോക്കണ്ട. ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 400-500 രൂപയ്ക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാശില്ലാതെയൊക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ പോലും ഇതുപോലെ കയറി മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കാര്യം നടക്കും.